ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇനി അതിൽ പറയാൻ പോകുന്നത് AWT കൺട്രോൾസിൽ വരുന്ന ലേഔട്ട് മാനേജേഴ്സ് എന്താണെന്നുള്ളതാണ്. All of the components that we have shown so far have been positioned by the default layout manager. നമ്മൾ ഒരുപാട് AWT കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, ജസ്റ്റ് ഇപ്പോഴുള്ളൂ. കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു യൂസർ ഇൻ്റർഫേസിൽ പറയുന്ന ബട്ടൺ, ടെക്സ്റ്റ് ഏരിയ, ചെക്ക് ബോക്സ്, ലേബൽ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ചോയ്സ് ലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം കൺട്രോൾസാണ്, അതെല്ലാം കമ്പോണൻസാണ് അല്ലേ. ആ കമ്പോണൻസിനെ എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഡീഫോൾട്ടായിട്ട് ഒരു ലേഔട്ട് മാനേജറിൻ്റെ ഉള്ളിലാണ് അതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, നോർമലി നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ. As we mentioned, a layout manager automatically arranges your controls within a window by using some type of algorithm. ഏതെങ്കിലുമൊക്കെ യൂസർ ഇൻ്റർഫേസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ .NET-ലാണെങ്കിലും ആൻഡ്രോയിഡിലാണെങ്കിലും എക്ലിപ്സിൻ്റെ ഇതിൽ ചെയ്യുകയാണെങ്കിലും ഏതിലാണെങ്കിലും നമ്മളൊരു ലേഔട്ട് മാനേജർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന കമ്പോണൻസ് എല്ലാം ആ ലേഔട്ട് മാനേജറിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ റൂൾ അനുസരിച്ച് ആ അക്കോർഡിംഗ് പൊസിഷനിലാണ് പോയി കിടക്കുക. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലേഔട്ട് മാനേജർ യൂസ് ചെയ്തിട്ട്, ലേഔട്ട് മാനേജർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓട്ടോമാറ്റിക്കലി അറേഞ്ചസ് ദ കൺട്രോൾസ് അല്ലെങ്കിൽ കമ്പോണൻസ് വിത്തിൻ ദ വിൻഡോ. ഈച്ച് കണ്ടെയ്നർ ഒബ്ജക്റ്റ് ഹാസ് എ ലേഔട്ട് മാനേജർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. നമ്മൾ കുറേ കണ്ടെയ്നേഴ്സ് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിലല്ലേ. കണ്ടെയ്നർ ഒബ്ജക്ട്സ് കുറേ പഠിച്ചു, ഫ്രെയിം, പാനൽ, ആപ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ വിൻഡോസ് പഠിച്ചു. അതെല്ലാറ്റിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലേഔട്ട് മാനേജർ അവിടെ കൂടെ തന്നെ നമ്മൾ കൊടുക്കണം, നമ്മൾ പറയണം. ഓക്കെ, ലേഔട്ട് മാനേജർ ഈസ് സെറ്റ് ബൈ ദ സെറ്റ് ലേഔട്ട് മെത്തേഡ്. ഒരു ലേഔട്ട് മാനേജർ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സെറ്റ് ലേഔട്ട്. അപ്പോൾ ഒരു ഫ്രെയിം ആണെങ്കിൽ ആ ഫ്രെയിമിൻ്റെ ഒബ്ജക്റ്റ് എടുക്കുക, ഡോട്ട് സെറ്റ് ലേഔട്ട്, എഫ് ഡോട്ട് സെറ്റ് ലേഔട്ട് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ ഏതാണ് ലേഔട്ട് മാനേജർ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഗ്രിഡ് ആണെങ്കിൽ ഗ്രിഡ് ലേഔട്ട് മാനേജറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രെയിമിൽ കറസ്പോണ്ടിങ് നമ്മൾ ഏത് ഫ്രെയിമാണോ കൊടുത്ത് ആ ഫ്രെയിമിന് എന്ത് വരും? ഗ്രിഡ് ലേഔട്ടിൽ നിന്നുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ് വരും. ഇഫ് നോ കോൾ ടു സെറ്റ് ലേഔട്ട് ഈസ് മെയ്ഡ് ദെൻ ഡിഫോൾട്ട് ലേഔട്ട് മാനേജർ ഈസ് യൂസ്ഡ്. whenever a container is resized or sized for the first time, layout manager is used to position each of the components within it. ഓരോ തവണ ഒരു കണ്ടെയ്നർ റീസൈസ് ചെയ്യുമ്പോഴും അഗെയിൻ ആൻഡ് അഗെയിൻ ഈ ലേഔട്ട് മാനേജർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും ആ കമ്പോണൻസിനെ അഗെയിൻ റീപൊസിഷൻ ചെയ്യും. സെറ്റ് ലേഔട്ട് മെത്തേഡ് ഹാസ് ദ ഫോളോയിങ് ജനറൽ ഫോം. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് ഏത് ലേഔട്ട് മാനേജർ ആണെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് സെറ്റ് ലേഔട്ട് എന്ന് പറഞ്ഞ മെത്തേഡിൽ പാസ് ചെയ്യേണ്ടത്. റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. ഓക്കെ, ഇഫ് യു വിഷ് ടു ഡിസേബിൾ ദ ലേഔട്ട് മാനേജർ ആൻഡ് പൊസിഷൻ കമ്പോണൻസ് മാനുവലി, നള്ള് കൊടുത്താൽ മതി. ഓക്കെ, ഒബ്ജക്റ്റ് നള്ളാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ലേഔട്ട് മാനേജർ സെറ്റ് ചെയ്തത് എന്തായി മാറും? ഡിസേബിൾ ആവും. ഓക്കെ, if you do this you will need to determine the shape and position of. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കമ്പോണൻറ്റും എവിടെ കിടക്കണം, എത്ര കോർഡിനേറ്റ്സ് മുതൽ എത്ര കോർഡിനേറ്റ്സ് വരെ കിടക്കണം, അതിൻ്റെ സൈസ് എന്താണ്, അതിൻ്റെ ഷേപ്പ് എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ സെറ്റ് ബൗണ്ട്സ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് അവിടെ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ചെയ്യണം. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അതുകൊണ്ട് നോർമലി ഓൾ ഓഫ് us are using a layout manager. Each layout manager keeps track of a list of components that are stored by their names. ഓരോ ലേഔട്ട് മാനേജറും അതിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ലേഔട്ട് മാനേജർ ഈസ് നോട്ടിഫൈഡ് ഈച്ച് ടൈം യു ആഡ് എ കമ്പോണൻറ്റ് ടു എ കണ്ടെയ്നർ. പിന്നെ നമ്മൾ പുതിയൊരു ടെക്സ്റ്റ് ബോക്സോ അല്ലെങ്കിൽ പുതിയൊരു ലേബലോ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു വിൻഡോയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എഗെയിൻ ആ ലേഔട്ട് മാനേജർ എന്ത് ചെയ്യും? നോട്ടിഫൈഡ് ആവും, എഗെയിൻ അതിനെ അറേഞ്ച് ചെയ്യും. Whenever the container needs to be resized, the layout manager is consulted via its minimum layout size and preferred layout size. എപ്പോഴാണോ ആ കണ്ടെയ്നർ റീസൈസ് ചെയ്യുന്നത് ആ സമയത്ത് അതിൻ്റെ മിനിമം സൈസും പ്രിഫേർഡ് സൈസും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സൈസാണ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സാണ് നടത്തുക. ഓക്കെ, each component that is being managed by a layout manager contains get preferred size and get minimum size methods. അതായത് ഓരോ കമ്പോണൻറ്റിനും ഒരു മിനിമം സൈസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, പ്രിഫേർഡ് സൈസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും.
അതിൻ്റെ ഇടയിലാണ് നമ്മൾ വിൻഡോ റീസൈസ് ചെയ്യുമ്പം ആ മിനിമം സൈസിൻ്റെയും പ്രിഫേർഡ് സൈസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂസിലാണ് കിടന്ന് കളിക്കുള്ളൂ. അല്ലാതെ വല്ലാതെ ചെറുതായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൺട്രോൾ കാണാൻ പറ്റില്ല. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ വേറെ കൺട്രോൾസിനെയൊന്നും അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് അത് കളിക്കുക, ഒരു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് നടക്കുക. ഓക്കെ, ആദ്യത്തെ ലേഔട്ടാണ് ഫ്ലോ ലേഔട്ട്. ഇതാണ് ഡീഫോൾട്ടായിട്ടുള്ള ലേഔട്ട് മാനേജർ. സപ്പോസ് നമ്മൾ ഒരു ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു പാനലോ ക്രിയേറ്റ് ചെയ്ത് ഒരു ലേഔട്ട് മാനേജറും സെറ്റ് ചെയ്തിട്ടുമില്ല, ഡിസേബിൾ ചെയ്തിട്ടുമില്ല എന്നുണ്ടെങ്കിൽ അവിടെ വർക്കാവുന്ന ലേഔട്ടാണ് ഫ്ലോ ലേഔട്ട്. ഫ്ലോ ലേഔട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ലേഔട്ട് സ്റ്റൈലാണ്, സിമിലർ ടു ഹൗ വേർഡ്സ് ഫ്ലോ ഇൻ എ ടെക്സ്റ്റ് എഡിറ്റർ. ഒരു ടെക്സ്റ്റ് എഡിറ്ററിലെ വേർഡ്സ് എങ്ങനെയാണോ ഇരിക്കുന്നത്, അതായത് ഫസ്റ്റ് വൺ ടോപ്പ് ലെഫ്റ്റിലുണ്ടാവും, നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുണ്ടാവും, അങ്ങനെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ സ്പേസ് ഇല്ല എന്ന് കണ്ടാൽ സെക്കൻഡ് റോ ലെഫ്റ്റ് സൈഡിലേക്ക് പോവും. അങ്ങനെ നമ്മൾ ഒരു സ്കാൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, വേർഡ് ബൈ വേർഡായിട്ട് ടെക്സ്റ്റ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പം എങ്ങനെ വരുന്നു അതിനനുസരിച്ച് അതേപോലത്തുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഫ്ലോ ലേഔട്ടിലുള്ളത്. Direction of the layout is governed by containers component orientation property, which by default is left to right, top to bottom. എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഓറിയൻറ്റേഷൻ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് വരിക ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം. ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റിലേക്ക് പോയി ദെൻ ബോട്ടം വരും. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരിക. Therefore, by default, components are laid out line by line, beginning at the upper left corner. In all cases, when a line is filled, layout advances to the next line. ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് തുടങ്ങും, ദെൻ എപ്പോഴാണ് ഒരു ലൈൻ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് വരും. A small space is left between each component, above and below, as well as left and right. Here are the അപ്പോൾ എപ്പോഴും ഫ്ലോ ലേഔട്ട് ആണെങ്കിൽ അവിടെ ലെഫ്റ്റിലും റൈറ്റിലും ടോപ്പിലും ബോട്ടത്തിലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, ചെറിയൊരു സ്മോൾ സ്പേസ് അവിടെ വിട്ടിട്ടുണ്ടായിരിക്കും. അതും ഫ്ലോ ലേഔട്ടിൻ്റെ ഒരു ഫീച്ചറാണ്. ഇനി അതിൻ്റെ കൺസ്ട്രക്റ്റേഴ്സാണ്. ഫ്ലോ ലേഔട്ടിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വാല്യൂസാണ്. The first form creates the default layout which centers component and leaves 5 pixels of space between each component. Second form lets you specify how each line is aligned. ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ, സെൻറ്റർ വേണോ, ലീഡിങ് വേണോ, ട്രെയിലിംഗ് വേണോ, അങ്ങനെയുള്ള എങ്ങനെയാണ് ഓരോ ലൈനും അലൈൻമെൻറ്റ് വേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനാണ് സെക്കൻഡ് ഫോം വരുന്നത്. ഹൗ എന്നുള്ള ആ ഒരു വേരിയബിൾ ഇൻറ്റ് ഹൗ. The third constructor allows you to specify the horizontal and vertical space left between the components. എത്ര സ്പേസ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും വിടണം, എത്ര സ്പേസിൽ സ്മോൾ സ്പേസ് എത്ര വിടണം എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നോർമലി എത്രയാണ് അവിടെ സ്പേസ് വരുന്നത്, 5 പിക്സലാണ്. ഓക്കെ, അല്ല നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസ് അവിടെ കൊടുക്കാം. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഈവൻറ്റ് പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് ഫ്ലോ ലേഔട്ട് ഡെമോ, പബ്ലിക് ഫ്ലോ ലേഔട്ട് ഡെമോ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ആ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഒരു ഫ്രെയിം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എഫ് ഡോട്ട് സെറ്റ് ലേഔട്ട് ന്യൂ ഫ്ലോ ലേഔട്ട് ലെഫ്റ്റ് 10 10. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങും, 10 പിക്സൽ വീതം ടോപ്പിലും ബോട്ടത്തിലും ലെഫ്റ്റിലും റൈറ്റിലും സ്പേസ് ഉണ്ടായിരിക്കും. ദെൻ ഓരോന്നും ഫ്ലോ ലേഔട്ടായിട്ട് സെറ്റ് ചെയ്യും. അതിലവിടെ ന്യൂ ഫ്ലോ ലേഔട്ട് പാരന്തസിൻ്റെ ഉള്ളിൽ ഫ്ലോ ലേഔട്ടിൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്നു തേർഡ് കൺസ്ട്രക്ടറാണ് അല്ലേ. തേർഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റാണ് സെറ്റ് ലേഔട്ടിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ ലേബൽ ഇട്ടിട്ടുണ്ട്, ബട്ടൺ അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഫീൽഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഫീൽഡ് തന്നെ T1 T2 T3 T4 T5 വരെ ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട് അല്ലേ. എന്നിട്ട് ഇതിനെയൊക്കെ നമ്മൾ ആ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആഡ് എന്ന് പറഞ്ഞ മെത്തേഡ്. പിന്നെ സെറ്റ് സൈസും, അതായത് മൊത്തം ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 400 × 400 ആണ്. സെറ്റ് വിസിബിൾ ട്രൂ ആക്കി വെച്ചു. എന്നിട്ട് മെയിൻ മെത്തേഡിലേക്ക് ആ ഫ്ലോ ലേഔട്ട് ഡെമോ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വിളിച്ചു. ഇങ്ങനെ ഇത്രയും ചെയ്തപ്പം ഇങ്ങനെയാണ് വന്നത് കണ്ടോ.
ആദ്യം തന്നെ ലേബൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് ലേബലാണ്, ദെൻ ബട്ടൺ വന്നു, ദെൻ ഓരോ ടെക്സ്റ്റ് ഫീൽഡായിട്ട് വരി വരിയായിട്ട് വന്നു. ഇതാണ് ഫ്ലോ ലേഔട്ട്. നെക്സ്റ്റ് വൺ ബോർഡർ ലേഔട്ട്, എ കോമൺ ലേഔട്ട് സ്റ്റൈൽ ഫോർ ടോപ്പ് ലെവൽ വിൻഡോസ്. It has 4 narrow fixed width components at the edges and one large area in the center. അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു ബോർഡർ വരയ്ക്കുക ആ ഒരു സൈസിൽ, ആ ഒരു മെത്തേഡിലായിരിക്കും ബോർഡർ ലേഔട്ട് ഉണ്ടാവുക. 4 ഭാഗത്തും ഫിക്സഡ് സൈസ്ഡ് ആയിട്ടുള്ള നേരോ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടായിരിക്കും. ദെൻ ഒരു നടുക്കിലൊരു വലിയൊരു സെൻറ്ററിൽ വലിയൊരു ഏരിയ ഉണ്ടായിരിക്കും, അതിലാണ് കമ്പോണൻസ് എല്ലാം ആഡ് ആവുന്നത്. 4 sides are referred to as north, south, east and west. Middle area is called center. Here അപ്പോൾ നമുക്ക് അതിൽ നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പോണൻസിനെ ആഡ് ചെയ്യാം. അത് താഴെ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ബോർഡർ ലേഔട്ട്, ദെൻ ഇൻ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ. ഫസ്റ്റ് ഫോമിൽ ഒരു ഡിഫോൾട്ട് ബോർഡർ ലേഔട്ട് ഉണ്ടാക്കും. സെക്കൻഡ് ഫോമിൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ കമ്പോണൻസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര സ്പേസ് വിടണം. ഇവിടെ ബോർഡർ ലേഔട്ടിൽ സെൻറ്ററിൽ വേണോ, സൗത്തിൽ വേണോ, ഈസ്റ്റിൽ വേണോ, വെസ്റ്റിൽ വേണോ, നോർത്തിൽ വേണോ എന്നൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബോർഡർ ലേഔട്ടാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ ഓരോ കമ്പോണൻ്റ് ആഡ് ചെയ്യുമ്പോഴും അതെവിടെ വേണം എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. വെൻ ആഡിങ് കമ്പോണൻറ്റ്സ് യു വിൽ യൂസ് ദീസ് കോൺസ്റ്റൻറ്റ്സ് വിത്ത് ദ ഫോളോയിങ് ഫോം ഓഫ് ആഡ് which is defined by the container. add മെത്തേഡിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് റീജിയൻ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെ ഏത് പൊസിഷനിൽ കിടക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇതിൽ ഈ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു സിൻറ്റാക്സിൽ കോംപ്രഫ് അല്ലെങ്കിൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഏത് കമ്പോണൻ്റാണ് ആഡ് ചെയ്യുന്നത്. എഫ് ഡോട്ട് ആഡ് സ്പേസ് B1 എന്ന് പറഞ്ഞാൽ ആ ബട്ടൻ്റെ ഒബ്ജക്റ്റിനെയാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു കോമ ഇട്ടിട്ട് ബോർഡർ ലേഔട്ട് ഡോട്ട് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈസ്റ്റിൽ പോയിട്ടാണ് ആ ബട്ടൺ പ്ലേസ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ അതാ നേരത്തെ പോലെ ഒരു ഫ്രെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ന്യൂ ബോർഡർ ലേഔട്ട് സെറ്റ് ചെയ്തു, ഡിഫോൾട്ട് ബോർഡർ ലേഔട്ട് സെറ്റ് ചെയ്തു, അതിലേക്ക് ഒരു 4-5 ബട്ടൺ ഉണ്ടാക്കി. ആ 5 ബട്ടണെ ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഒന്ന് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, സെൻറ്റർ, അങ്ങനെ അത്രയും പാരാമീറ്റേഴ്സ് കൊടുത്തു. അപ്പോൾ നമ്മുടെ വിൻഡോ എങ്ങനെ വന്നു? ഈ 1 2 3 4 5 എന്നൊക്കെ പറയുന്നത് ബട്ടൺസാണ്. 1 എന്ന് പറയുന്നതിലും എന്ത് വരും? ഒരു ബട്ടൺ വരും. ഫസ്റ്റ് ബട്ടൺ സെൻറ്ററിൽ വരും, സെക്കൻഡ് ബട്ടൺ റൈറ്റിൽ വരും, തേർഡ് ബട്ടൺ ലെഫ്റ്റിൽ വരും, ഫോർത്ത് ബട്ടൺ ടോപ്പിൽ വരും, ആൻഡ് ഫിഫ്ത്ത് ബട്ടൺ ഡൗണിൽ വരും. ഓക്കെ, അടുത്ത ലേഔട്ടാണ് ഗ്രിഡ് ലേഔട്ട് എന്ന് പറയുന്നത്. ഗ്രിഡ് ലേഔട്ട് കമ്പോണൻസിൻ്റെ 2 ഡയമെൻഷണൽ ഗ്രിഡ്. അതായത് ഗ്രിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രിഡ് എന്ന് വിളിക്കുന്നത്. ഈക്വൽ സൈസ്ഡ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളതിനെയാണ് ഗ്രിഡ് എന്ന് വിളിക്കുന്നത്. ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കമ്പോണൻസ് ആഡ് ചെയ്യുമ്പം ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ട് തോന്നുക ഈ ഒരു ലേഔട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും. When you instantiate a grid layout, you define the number of rows and columns. അപ്പോൾ ഗ്രിഡ് ലേഔട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം എത്ര ഗ്രിഡ് ലൈൻസ് ഹൊറിസോണ്ടലി വേണം, അതുപോലെ തന്നെ എത്ര ഗ്രിഡ് ലൈൻസ് വെർട്ടിക്കലി വേണം എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇനി ഫസ്റ്റ് ഫോം ആണെങ്കിൽ സിംഗിൾ കോളം ഗ്രിഡ് ലേഔട്ടാണ് ഉണ്ടാവുക, ഒറ്റ കോളേ അതിൽ ഉണ്ടായിരിക്കുള്ളൂ. സെക്കൻഡ് ഫോം ആണെങ്കിൽ ഗ്രിഡ് ലേഔട്ട് വിത്ത് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് റോസ് ആൻഡ് columns, and the third form allows to specify the horizontal and vertical space left between. നേരത്തെ പോലെ തന്നെ ഹൊറിസോണ്ടൽ സ്പേസ് എത്ര ലെഫ്റ്റ് ചെയ്യണം, അതായത് മുകളിലും താഴെയും എത്ര സ്പേസ് ഗ്യാപ്പ് ഇടണം, അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും എത്ര സ്പേസ് ഗ്യാപ്പ് ഇടണം എന്നുള്ളത് പറയും. ഓക്കെ, നമ്പർ ഓഫ് റോസോ നമ്പർ ഓഫ് കോളംസോ ഒക്കെ 0 ആവാൻ ചാൻസ് ഉണ്ട്. നമ്പർ ഓഫ് റോസ് 0 അലോസ് അൺലിമിറ്റഡ് ലെങ്ത് കോളംസ്. നമ്പർ ഓഫ് റോസ് 0 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുപാട് കോളംസ് വരുന്നുണ്ട്, അല്ലെ അൺലിമിറ്റഡ് ലെങ്ത് കോളംസ്, ലെങ്ത് ഏറ്റവും മാക്സിമം ലെങ്ത് കോളത്തിന് വേണമെന്നാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ് 0 ആണെങ്കിൽ അൺലിമിറ്റഡ് ലെങ്ത് റോസ്, അതായത് വലിയ റോസ് നമുക്ക് വേണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് കാർഡ് ലേഔട്ട്. കാർഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ വളരെ യുണീക്കായിട്ടുള്ളൊരു ലേഔട്ടാണ്. ഇറ്റ് സ്റ്റോഴ്സ് സെവറൽ ഡിഫറെൻറ്റ് ലേഔട്ട്സ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് ലേഔട്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് ലേഔട്ട് ക്യാൻ ബി തോട്ട് ഓഫ് ആസ് ബീയിങ് എ സെപ്പറേറ്റ് ഇൻഡെക്സ് കാർഡ് ഇൻ ദ ഡെക്ക്
and that can be shuffled so that any card is on the top of a given time. This can be useful for user interfaces with optional components that can be dynamically enabled and disabled upon the user input. അതായത് കാർഡ് ലേഔട്ടിൽ നമുക്ക് എല്ലാ ലേഔട്ട്സും മാറി മാറി യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഏത് ലേഔട്ട് വേണമെങ്കിലും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അത് ഡൈനാമിക് യൂസിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. യു ക്യാൻ പ്രിപ്പയർ ദ അതർ ലേഔട്ട്സ് ആൻഡ് ഹാവ് ദം ഹിഡൻ റെഡി ടു ബി ആക്ടിവേറ്റഡ് വെൻ നീഡഡ്. കുറേ ലേഔട്ട്സ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക, ആവശ്യമുള്ളപ്പം കാർഡ് ലേഔട്ട് യൂസ് ചെയ്തിട്ട് അതിന് ഓരോന്നിനെയും വ്യൂ ചെയ്യിക്കുക അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അതിന് 2 കൺസ്ട്രക്ടേഴ്സ് ആണുള്ളത്, ഡിഫോൾട്ട് കൺസ്ട്രക്ടറും പിന്നെ ഹൊറിസോണ്ടൽ സ്പേസും വെർട്ടിക്കൽ സ്പേസും ഡിഫൈൻ ചെയ്തിട്ടുള്ള കൺസ്ട്രക്ടറും. ഓക്കെ, വെൻ കാർഡ് പാനൽസ് ആർ ആഡഡ് ടു എ പാനൽ ദേ ആർ യൂഷ്വലി ഗിവൺ എ നെയിം. കാർഡ് ലേഔട്ട് യൂസ് ചെയ്യുമ്പം ഓരോ പാനലിനും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഓരോ കാർഡിനും നമ്മളൊരു പേര് കൊടുക്കുന്നുണ്ട്. Thus most of the time you will use this form of add when adding cards to the panel. അപ്പം പാനൽ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പാനലിലേക്ക് നമ്മളിത് കാർഡ് ലേഔട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ കാർഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ നെയിം ഈസ് ദ സ്ട്രിങ് that specify the name of the card whose after you have created a deck your program activates a card by calling one of the following methods. അതായത് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാർഡാണ്. ഫസ്റ്റ്, ലാസ്റ്റ്, നെക്സ്റ്റ്, പ്രീവിയസ് എന്നൊക്കെ പറയുന്നത് ആ മെത്തേഡ്സാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ ഡെക്കുകൾ അല്ലെങ്കിൽ കുറേ കാർഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇന്ന ഡെക്ക് വേണം, ലാസ്റ്റ് ഇന്ന ഡെക്ക് വേണം എന്നുള്ള ഈ മെത്തേഡുകളൊക്കെ കോൾ ചെയ്തിട്ടാണ് നമ്മൾ കാർഡ് ലേഔട്ട് യൂസ് ചെയ്യുന്നത്. കാർഡ് ലേഔട്ട് കുറച്ചൊരു വ്യത്യാസമുള്ളതാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഗ്രിഡ് ബാഗ് ലേഔട്ട്. ഗ്രിഡ് ബാഗ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫൈ ദ റിലേറ്റീവ് പ്ലേസ്മെൻറ്റ് ഓഫ് കമ്പോണൻറ്റ്സ് ബൈ സ്പെസിഫൈങ് ദെയർ പൊസിഷൻസ് വിത്തിൻ ദ സെൽസ് ഇൻസൈഡ് എ ഗ്രിഡ്. ഒരു ഗ്രിഡിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഓരോ കമ്പോണൻറ്റും ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് നോക്കിയിട്ട് റിലേറ്റീവ് പ്ലേസ്മെൻറ്റ് ഓഫ് കമ്പോണൻറ്റ്സ് ആണ്. ഇന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ ലെഫ്റ്റിൽ വേണം അല്ലെങ്കിൽ ഇന്ന ലേബലിൻ്റെ ഇത്ര ദൂരെ വേണം പുതിയ ലേബൽ ആഡ് ചെയ്യാൻ. അങ്ങനെയൊക്കെ റിലേറ്റീവായിട്ട് പറയുമ്പോഴാണ് ഗ്രിഡ് ബാഗ് ലേഔട്ട് യൂസ് ചെയ്യുന്നത്. The key to the grid bag is that each component can be a different size and each row in the grid can have a different number of columns. This is why the layout is called a grid bag. It's a collection of small grids joined together. അപ്പോൾ ഒരു ഗ്രിഡിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബോക്സ് തീരെ ചെറുതായിരിക്കും. അപ്പോൾ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈസ്ഡ് ആണ് അല്ലേ. അപ്പോൾ അതിൽ ലേബിൾ ചിലപ്പോൾ നല്ല വലുതായിരിക്കും. അത് സപ്പോസ് ഒരു ഗ്രിഡിന് കറക്റ്റ് പാകമായിരിക്കും. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആ ഗ്രിഡിൽ ആ ഒരു പോർഷനിൽ പിന്നെയും സ്പേസ് ബാക്കി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലേബലിനെ കൂടിയും ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ അടുത്തായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം അല്ലേ. അങ്ങനെ ആഡ് ചെയ്ത് കുറേ ഗ്രിഡ് ബാഗ്സിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രിഡ് ബാഗ് ലേഔട്ട് ഈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്മോൾ ഗ്രിഡ്സ് ജോയിൻഡ് ടുഗദർ. ഓരോരോ ഗ്രിഡുകൾ ജോയിൻ ചെയ്തിട്ടുള്ളതിനെയാണ് ഗ്രിഡ് ബാഗ് എന്ന് വിളിക്കുന്നത്. Okay, location and size of each component in a grid bag are determined by set of constraints linked to it. Constraints are contained in an object of type grid bag constraints. Constraints നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതെന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ്? ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ സെൽ, the placement of a component, its alignment, its anchor point within the cell. അതൊക്കെയാണ് കൺസ്ട്രെയിൻസ്. പേര് ഭയങ്കര കൺസ്ട്രെയിൻസ് എന്നൊക്കെയാണെങ്കിലും ഇത്രയും നേരം നമ്മൾ ചെയ്ത അതേ സാധനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ലൊക്കേഷനും സൈസും ഓക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ജനറൽ പ്രൊസീജിയർ ഫോർ യൂസിങ് എ ഗ്രിഡ് ബാഗ് ഇസ് ടു ഫസ്റ്റ് ക്രിയേറ്റ് എ ന്യൂ ഗ്രിഡ് ബാഗ് ലേഔട്ട് ഒബ്ജക്റ്റ് ആൻഡ് ടു മേക്ക് ഇറ്റ് ദ കറൻറ്റ് ലേഔട്ട് മാനേജർ. അതായത് ഒരു ഗ്രിഡ് ബാഗ് ലേഔട്ടിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക, അതിനെ ലേഔട്ട് മാനേജറായിട്ട് സെറ്റ് ചെയ്യുക. ഇനി ദെൻ സെറ്റ് ദ കൺസ്ട്രെയിൻസ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സൈസൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെ പൊസിഷനും. ഫൈനലി അതിലേക്ക് കമ്പോണൻസിനെ അല്ലെങ്കിൽ അതിലേക്ക് ലേഔട്ട് മാനേജറിലേക്ക് കമ്പോണൻസിനെ ആഡ് ചെയ്യുന്നു. Although grid bag layout is a bit more complicated than the other layout managers, it is still quite easy to use once you understand how it works. Grid bag layout defines only one constructor, which is shown here. Grid bag layouts defines several methods, of which many protected and not for general
use. There is one method, however, must use, that is set constraints. It is shown here. സെറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കമ്പോണൻറ്റിൻ്റെയും കൺസ്ട്രെയിൻസ്, അത് ഏത് പൊസിഷനിൽ വേണം, എത്ര സൈസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദ കീ ടു സക്സസ്ഫുള്ളി യൂസിങ് ഗ്രിഡ് ബാഗ് ലേഔട്ട്, അതൊന്നും അത്ര ഇതാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി ഇതിൽ വരുന്നതും ഗ്രിഡ് ബാഗിൻ്റെ കുറേ കാര്യങ്ങളാണ്. ജസ്റ്റ് ആ ഗ്രിഡ് ബാഗ് ലേഔട്ട് എന്താണ് എന്നുള്ളത് മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ. എൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് അത് വരിക എന്നുള്ളത്, ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളത് നോക്കുക. ഇതാണ് ഗ്രിഡ് ബാഗ് ലേഔട്ട് വരിക. ഇതിൻ്റെ ഉള്ളിൽ ബട്ടൺ 1, ബട്ടൺ 2, ബട്ടൺ 3, ബട്ടൺ 4, ബട്ടൺ 5 ഇതൊക്കെ ഒരു ഗ്രിഡാണ്, ഒരു ഗ്രിഡിൻ്റെ ഉള്ളിലുള്ളതാണ്. നോക്കൂ, പ്രോഗ്രാമിലേക്ക് നോക്കൂ. ആദ്യം ഒരു ഗ്രിഡ് ബാഗ് ലേഔട്ട് കൺസ്ട്രക്ടർ ചെയ്തു. കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ കുറേ ലേബലും ഇതൊക്കെ ചെയ്തു. ദെൻ F=ന്യൂ ഫ്രെയിം ഉണ്ടാക്കി. അതിൻ്റെ ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തു. ഫ്രെയിമിലേക്ക് ഗ്രിഡ് ലേഔട്ട് സെറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ പുതിയൊരു ലേബൽ ഉണ്ടാക്കി. ഹെഡർ ലേബൽ എന്ന് പറയുന്ന പുതിയൊരു ലേബൽ ഉണ്ടാക്കി. അതിൻ്റെ ലേബൽ ഡോട്ട് സെൻറ്ററിലേക്ക് സെറ്റ് അലൈൻമെൻറ്റ് ചെയ്തു. ഹെഡർ ലേബലിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററിലാക്കി ചെയ്തു. ദെൻ സ്റ്റാറ്റസ് ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ലേബൽ ഉണ്ടാക്കി. അതും ലേബൽ ഡോട്ട് സെൻറ്ററിലേക്ക് ചെയ്തു, സ്റ്റാറ്റസ് ലേബലിൻ്റെ സെൻറ്ററിലേക്ക് ചെയ്തു. ദെൻ സൈസ് സെറ്റ് ചെയ്തു. ദെൻ മെസ്സേജ് ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേബൽ ഉണ്ടാക്കി. അതും സെൻറ്ററാക്കി സെറ്റ് ചെയ്തു. അലൈൻമെൻറ്റ് സെറ്റ് ടെക്സ്റ്റ് വെൽക്കം ടു ഡെമോ പ്രോഗ്രാം. അപ്പോൾ നോക്കൂ, ഇവിടെ ഡെമോ പ്രോഗ്രാം എന്ന് പറയുന്നത് വെൽക്കം ടു ഡെമോ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലേബലല്ല, മെസ്സേജ് ലേബൽ. ദെൻ ഒരു ന്യൂ പാനൽ ഉണ്ടാക്കി. അതിൻ്റെ ലേഔട്ട് ഫ്ലോ ലേഔട്ടാക്കി സെറ്റ് ചെയ്തു. എന്നിട്ട് ഗ്രിഡ് ബാഗ് ലേഔട്ട് എന്ന് പറയുന്നത് പിന്നീട് കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ. ആദ്യം ഫ്ലോ ലേഔട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഹെഡർ ലേബലും ബാക്കിയുള്ള ലേബലൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് വിസിബിൾ ട്രൂ ആക്കി വെച്ചു. എന്നിട്ടാണ് ഷോ ഗ്രിഡ് ബാഗ് ലേഔട്ട് ഡെമോ എന്ന് പറയുന്നതിൽ പുതിയൊരു പാനൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഗ്രിഡ് ബാഗ് ലേഔട്ട് GB എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രിഡ് ബാഗ് ലേഔട്ട് ഉണ്ടാക്കി. ആ ഗ്രിഡ് ബാഗ് ലേഔട്ടിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള gbc.fill ഗ്രിഡ് എക്സ്, ഗ്രിഡ് വൈ, എക്സും വൈയും വാല്യൂസ് എത്രയാണെന്ന് സെറ്റ് ചെയ്തു. ആ എക്സും വൈയും വാല്യൂവിൻ്റെ ഉള്ളിലേക്കാണ് ബട്ടൺ 1 സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീണ്ടും 1, 0 എന്ന് പറയുന്ന XY വാല്യൂ കൊടുത്തു. അതിലേക്ക് ബട്ടൺ 2 കൊടുത്തു. പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് 0, 1 എന്ന് പറയുന്ന എക്സിലും വൈയിലും ബട്ടൺ 3 കൊടുത്തു. 1, 1 എന്ന് പറയുന്ന എക്സിലും വൈയിലും ബട്ടൺ 4 കൊടുത്തു. 0, 2 എന്ന് പറയുന്ന XY ഗ്രിഡിൽ ഹൊറിസോണ്ടലായിട്ട് കൊടുത്തു. ഏത് ബട്ടൺ 5 എന്ന് പറയുന്നത്. അങ്ങനെ ഇത്രയും ആഡ് ചെയ്തിട്ട് ഈ ആ 5 ബട്ടണും കൂടിയിട്ടാണ് ഈ ഒരു ഗ്രിഡിൽ വരുന്നത്. ഓക്കെ. ഇനി ഇത്രയാണ് ഇപ്പോൾ ലേഔട്ട് മാനേജേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദെൻ അടുത്തത് വരുന്നതാണ് മെനൂസ് ആൻഡ് മെനു ബാർസ്. ഇതിൽ വരുന്ന അടുത്ത കൺട്രോളാണ് മെനൂസ് ആൻഡ് മെനു ബാർസ്. എ ടോപ്പ് ലെവൽ വിൻഡോ ക്യാൻ ഹാവ് എ മെനു ബാർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. എപ്പോഴും നമ്മൾ ഏത് സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും യൂസർ ഇൻ്റർഫേസിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് മെനു ബാർ എന്ന് പറയുന്നത്. ഏത് ടോപ്പ് ലെവൽ വിൻഡോ ആണെങ്കിലും അവിടെ എന്ത് വേണം? മെനു ബാർ വേണം. മെനു ബാർ ഡിസ്പ്ലേസ് എ ലിസ്റ്റ് ഓഫ് ടോപ്പ് ലെവൽ മെനു ചോയ്സസ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചോയ്സുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈച്ച് ചോയ്സ് ഇസ് അസോസിയേറ്റഡ് വിത്ത് എ ഡ്രോപ്പ് ഡൗൺ മെനു. ഓരോ ചോയ്സിലും എന്തുണ്ട്? ഓരോ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ അഗെയിൻ അതിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ് കൊടുത്താൽ ചിലപ്പോൾ യൂസർ രജിസ്ട്രേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ടീച്ചർ രജിസ്ട്രേഷൻ ഉണ്ടാവും, സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവും, അല്ലേ? പല പല രജിസ്ട്രേഷൻസ് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഡ്രോപ്പ് ഡൗൺ മെനു എന്ന് പറയുന്നത്. This concept is implemented in AWT by the following classes. Menus and menu bars നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വേണ്ട ക്ലാസ്സുകൾ: ഫസ്റ്റ് വൺ മെനു ബാർ, then menu item. മെനു ബാർ കണ്ടെയ്ൻസ് വൺ ഓർ മോർ മെനു ഒബ്ജക്ട്സ്. മെനു ബാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരെ ഒരു ഹൊറിസോണ്ടൽ ബാറാണ്, അതിൽ കുറേ മെനൂസ് ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് വേർഡ് എടുത്തു, മൈക്രോസോഫ്റ്റ് വേർഡ് എടുത്തു. വേർഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്? മുകളിൽ ഹോം ഉണ്ട്, ദെൻ വ്യൂ, റിവ്യൂ, ഫയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് ഒരു ബാറാണ്, അല്ലേ? ഒരു ഹൊറിസോണ്ടൽ ബാറാണ്. അതാണ് മെനു ബാർ എന്ന് പറഞ്ഞാൽ. മെനു ബാർ എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉണ്ട്? വൺ ഓർ മോർ മെനു ഒബ്ജക്ട്സ് ഉണ്ട്. ഈച്ച് മെനു ഒബ്ജക്റ്റ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് മെനു ഐറ്റം.
നിങ്ങൾ ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴെ എന്തൊക്കെ വരും? ഓപ്പൺ ഉണ്ട്, സേവ് ഉണ്ട്, വേറെ പ്രിൻ്റ് ഉണ്ട് അല്ലേ? അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഫയൽ എന്ന് പറയുന്നത് ഒരു മെനു ഒബ്ജക്റ്റാണ്. ആ മെനു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരുന്ന ലിസ്റ്റാണ് മെനു ഐറ്റംസ് എന്ന് പറയുന്നത്. ഒരുപാട് മെനു ഐറ്റംസ്, ലിസ്റ്റ് ഓഫ് മെനു ഐറ്റം ഒബ്ജക്ട്സ് ഉണ്ട്. ഓരോ മെനു ഐറ്റം എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ക്യാൻ ബി സെലക്റ്റഡ് ബൈ ദ യൂസർ. ആ മെനു ഐറ്റത്തിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നോർമലി നിങ്ങളൊരു വിൻഡോ ആലോചിച്ചിട്ട് പഠിച്ചാൽ മതി. ഒരു മെനു ബാർ ഉണ്ടായിരിക്കും. ആ മെനു ബാറിൽ ഒരുപാട് മെനൂസ് ഉണ്ടായിരിക്കും. അതിൽ ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്താൽ താഴേക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലുള്ള ഓരോന്നും എന്താണ്? മെനു ഐറ്റം ആണ്. മെനു ഐറ്റം ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, സിൻസ് മെനു ഈസ് എ സബ് ക്ലാസ് ഓഫ് മെനു ഐറ്റം, എ ഹയറാർക്കി ഓഫ് നെസ്റ്റഡ് സബ് മെനൂസ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഈ മെനു ഐറ്റം എന്ന് പറയുന്നതിൻ്റെ സബ് ക്ലാസ് ആണ് മെനു. അതുകൊണ്ട് തന്നെ നമുക്ക് എഗെയിൻ ഈ മെനു ഐറ്റത്തിൻ്റെ ഉള്ളിൽ വീണ്ടും പുതിയ മെനു അല്ലെങ്കിൽ വീണ്ടും സബ് മെനൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾസോ പോസിബിൾ ടു ഇൻക്ലൂഡ് ചെക്കബിൾ മെനു ഐറ്റംസ്. ചെക്ക് ബോക്സ് പോലത്തെ നമുക്ക് ടിക്ക് ചെയ്യുന്ന രീതിയിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും AWTയിൽ. ദീസ് ആർ മെനു ഓപ്ഷൻസ് ഓഫ് ടൈപ്പ് ചെക്ക് ബോക്സ് മെനു ഐറ്റം. അപ്പോൾ അവിടെ പറയുന്ന പേര് ചെക്ക് ബോക്സ് മെനു ഐറ്റം എന്നാണ്, വെറും മെനു ഐറ്റം അല്ല. ആൻഡ് വിൽ ഹാവ് എ ചെക്ക് മാർക്ക് നെക്സ്റ്റ് ടു ദം വെൻ ദേ ആർ സെലക്റ്റഡ്. അതായത് അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ടായിരിക്കും. അതിലേക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെനു ഐറ്റം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ടു ക്രിയേറ്റ് എ മെനു ബാർ, ഫസ്റ്റ് ക്രിയേറ്റ് എൻ ഇൻസ്റ്റൻസ് ഓഫ് മെനു ബാർ. ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. This class defines only the default constructor. Next, create instances of menu that will define the selections displayed on the bar. നമുക്ക് മെനു ക്രിയേറ്റ് ചെയ്യാനുള്ള കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് മെനു, ദെൻ മെനു സ്ട്രിങ് ഓപ്ഷൻ നെയിം ത്രോസ് ഹെഡ്ലെസ് എക്സെപ്ഷൻ, ദെൻ മെനു സ്ട്രിങ് ഓപ്ഷൻ നെയിം ബൂളിയൻ റിമൂവബിൾ. അത്രയും 3 കൺസ്ട്രക്ടേഴ്സാണ് ഉള്ളത്. ഓപ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് മെനു സെലക്ഷൻ. അതിന് എന്ത് പേര് കൊടുക്കണം? ഇഫ് റിമൂവബിൾ ഈസ് ട്രൂ, മെനു ക്യാൻ ബി റിമൂവ്ഡ് ആൻഡ് അലൗഡ് ടു ഫ്ലോട്ട് ഫ്രീ. അതായത് റിമൂവബിൾ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ ആ മെനുവിനെ നമുക്ക് ആ മെനു ബാറിൽ നിന്ന് എടുത്തിട്ട് വിൻഡോൻ്റെ വേറെ ഏത് സൈഡിൽ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. അലൗഡ് ടു ഫ്ലോട്ട് ഫ്രീ. അതർവൈസ് ഇറ്റ് വിൽ റിമെയിൻ അറ്റാച്ച് ടു മെനു ബാർ. അല്ലെങ്കിൽ മെനു ബാറിൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ഫോം ക്രിയേറ്റ്സ് ആൻ എംപ്റ്റി മെനു. ഫസ്റ്റ് ഫോമിൽ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ജസ്റ്റ് ഒരു മെനു മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻഡിവിജ്വൽ മെനു ഐറ്റംസ് ആർ ഓഫ് ടൈപ്പ് മെനു ഐറ്റം. ഇറ്റ് ഡിഫൈൻസ് മെനു ഐറ്റത്തിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കൺസ്ട്രക്ടേഴ്സ്. ഫസ്റ്റ് വൺ മെനു ഐറ്റം, സെക്കൻഡ് വൺ മെനു ഐറ്റം സ്ട്രിങ് ഐറ്റം നെയിം, ദെൻ സ്ട്രിങ് ഐറ്റം നെയിം, മെനു ഷോർട്ട്കട്ട് കീ ആക്സൽ. ദെൻ ഐറ്റം നെയിം എന്ന് പറയുന്നത് നെയിം ഓഫ് മെനു ആണ്. ദെൻ കീ ആക്സൽ ഈസ് ദ മെനു ഷോർട്ട് കട്ട് ഫോർ ദിസ് ഐറ്റം. ഷോർട്ട് കട്ട് വേണോ വേണ്ടേ എന്നുള്ളതാണ്. ഇഫ് യു ക്യാൻ ഡിസേബിൾ ഓർ എനേബിൾ മെനു ഐറ്റം ബൈ യൂസിങ് സെറ്റ് എനേബിൾഡ് മെത്തേഡ്. സെറ്റ് എനേബിൾഡ് മെത്തേഡിൽ ട്രൂ കൊടുത്താൽ അത് എനേബിൾ ആയിരിക്കും, ഫോൾസ് കൊടുത്താൽ ഡിസേബിൾ ആയിരിക്കും. ഒരു മെനു ഐറ്റത്തിന് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ എന്ത് ചെയ്താൽ മതി? സെറ്റ് എനേബിൾഡിൻ്റെ അവിടെ ട്രൂ കൊടുത്താൽ മതി. ഇഫ് ദ ആർഗ്യുമെൻറ്റ് ഈസ് ട്രൂ, മെനു ഐറ്റം ഈസ് എനേബിൾഡ്, അല്ലെങ്കിൽ ഡിസേബിൾഡ്. യു ക്യാൻ ഡിറ്റർമൈൻ എൻ ഐറ്റം സ്റ്റാറ്റസ് ബൈ കോളിംഗ് ഈസ് എനേബിൾഡ് എന്ന് പറയുന്ന മെത്തേഡ് വിളിച്ചാൽ നമുക്കത് ഇപ്പം എനേബിൾ സ്റ്റേറ്റിലാണോ, അതായത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഈസ് എനേബിൾഡ് റിട്ടേൺസ് എ ട്രൂ ഇഫ് ദ മെനു ഐറ്റം ഓൺ വിച്ച് ഇറ്റ് ഇസ് കോൾഡ് ഇസ് എനേബിൾഡ്. അതർവൈസ് ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. You can change the name of the menu item by calling set label. നമ്മൾ ഓൾറെഡി മെനു ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ലേബിൾ കൊടുത്തു, പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴാണ് ആ പേര് മാറ്റി വേറെ പേരാക്കണമെന്ന് മനസ്സിലായത്. ദെൻ വി ക്യാൻ യൂസ് സെറ്റ് ലേബൽ മെത്തേഡ്. അതിന് സ്ട്രിങ് ആയിട്ട് കൊടുക്കാം. ഇനി അതുപോലെ ഒരു മെനു ഐറ്റത്തിൻ്റെ ലേബൽ എന്താണ്, അതിൻ്റെ ടെക്സ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഗെറ്റ് ലേബൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെയാണ് ചെക്ക് ബോക്സ് മെനു ഐറ്റവും. നമ്മൾ മെനു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെക്ക് ബോക്സ് മെനു ഐറ്റവും ക്രിയേറ്റ് ചെയ്യാം. അതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. പേര് കൊടുക്കാത്തത്, ദെൻ ഐറ്റം നെയിം കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഓണാണോ ഓഫാണോ. ഡീഫോൾട്ടായിട്ട് ചിലപ്പോൾ ചില ചെക്ക് ബോക്സുകൾ ടിക്ക് ചെയ്തിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരിക്കും, ചിലത് ഡീഫോൾട്ടായിട്ട് ടിക്ക് ചെയ്യാതെ കിടക്കുന്നതുണ്ടായിരിക്കും. അപ്പോൾ അതേതാ വേണ്ടതെന്നുള്ളതിനാണ് അവിടെ ബൂളിയൻ ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ നേരത്തെ മെനു ഐറ്റത്തിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഈ ചെക്ക് ബോക്സ് മെനു ഐറ്റം ഇപ്പോൾ കറൻ്റ്ലി ചെക്ക്ഡ് ആണോ അല്ലേ എന്നറിയാൻ വേണ്ടി ഗെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്താൽ മതി.
അപ്പം ട്രൂ ആണെങ്കിൽ അത് ചെക്ക്ഡ് ആണ്, ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നതിൽ എങ്കിൽ ചെക്ക്ഡ് അല്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ചെക്ക്ഡ് ആക്കാനും ചെക്ക് ചെയ്ത ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാനും പറ്റും. അതിന് സെറ്റ് സ്റ്റേറ്റ് ചെയ്താൽ മതി. സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ട്രൂ കൊടുത്താൽ അത് അവിടെ ചെക്കാവും, സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഫോൾസ് കൊടുത്താൽ അൺചെക്കാവും. ഓക്കെ. ഇനി നമ്മൾ ഓരോ മെനു ഐറ്റം ഉണ്ടാക്കിയാലും അത് ഏത് മെനുവിൻ്റെ ഉള്ളിലേക്കാണെന്നുള്ളത് ആഡ് ചെയ്യണം. ആഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. അതായത് ഫയൽ എന്ന് പറയുന്നത് ഒരു മെനു ആണ്, മെനു ബാറിലുള്ള ഒരു മെനു ആണ്. ആ ഫയലിൻ്റെ ഉള്ളിൽ ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സേവ് ഉണ്ട്, പ്രിൻ്റ് ഉണ്ട്, പിന്നെ വേറെ കുറേ ഉണ്ട്. ഈ ന്യൂ എന്ന് പറയുന്നതും ഓപ്പൺ എന്ന് പറയുന്നതും സേവ് എന്ന് പറയുന്നതും ഒക്കെ ഒരു മെനു ഐറ്റമാണ് അല്ലേ. ആ മെനു ഐറ്റം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം. ഇപ്പോൾ സേവ് എന്ന് പറയുന്ന മെനു ഐറ്റത്തിനെ ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കി, എന്നിട്ട് അതിനെ ഈ ഫയൽ എന്ന് പറഞ്ഞ മെനുവിലേക്ക് ആഡ് ചെയ്യണം. ഡോട്ട് ആഡ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഏത് മെനു ഐറ്റത്തിലേക്ക്, അല്ലെങ്കിൽ മെനു ഐറ്റം ഏത് മെനുവിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയണം. ഹിയർ ഐറ്റം is the item being added. Items are added to the menu in the order in which the calls to add takes place. ആദ്യം ആഡ് മെത്തേഡിൽ കൊടുത്തത് ആരാണോ അവരാണ് ആദ്യം അവിടെ മെനു ഐറ്റത്തിൻ്റെ അവിടെ പോയി നിൽക്കുക, ലിസ്റ്റിലുണ്ടാവുക. ഓക്കെ. അങ്ങനെ എല്ലാ ഐറ്റംസിനെയും നമ്മൾ മെനു ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ മെനു ബാറിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ സേവ് എന്നുള്ളതും ഓപ്പൺ എന്നുള്ളതും ന്യൂ എന്നുള്ളതും പ്രിൻ്റ് എന്നുള്ളതും ഒക്കെ മെനു ഐറ്റംസ് ഉണ്ടാക്കി. ആ മെനു ഐറ്റത്തിനെ എല്ലാം കൂടി ഫയൽ എന്ന് പറയുന്ന മെനുവിലേക്ക് ആഡ് ചെയ്തു. അവസാനം ഈ ഫയൽ എന്ന് പറയുന്ന മെനുവിനെ ആ കറസ്പോണ്ടിങ് മെനു ബാറിലേക്ക് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുള്ളൂ. ഓക്കെ. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി കുറച്ച് ഈവൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ലിസണർ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ. അതിനൊരു എക്സാമ്പിളാണ് മെനു ബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെനു ബാർ ഉണ്ടാക്കി. 3 മെനു ഉണ്ടാക്കി. ഫയൽ, എഡിറ്റ്, ഹെൽപ്പ്. കണ്ടോ, ഫയൽ മെനു, എഡിറ്റ് മെനു, ഹെൽപ്പ് മെനു, 3 മെനു ഉണ്ടാക്കി മെനു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട്. ദെൻ മെനു ബാർ ഡോട്ട് ആഡ് ഫയൽ മെനുവിനെ ആഡ് ചെയ്തു. മെനു ബാർ ഡോട്ട് ആഡ് എഡിറ്റ് മെനുവിനെ ആഡ് ചെയ്തു. മെനു ബാർ ഡോട്ട് ആഡ് ഹെൽപ്പ് മെനു. അവസാനം ഫ്രെയിം എന്ന് പറഞ്ഞ ഫ്രെയിമിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ ഫ്രെയിമിലേക്ക് സെറ്റ് മെനു ബാർ എന്ന് പറഞ്ഞിട്ട് മെനു ബാറിൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ആ മെനു ബാർ അവിടെ സെറ്റ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഓരോ മെനു ഐറ്റത്തിന് ഉണ്ടാക്കണം. മെനു ഐറ്റം ന്യൂ ഫയൽ ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന ഒരു മെനു ഐറ്റം ഉണ്ടാക്കി. ഓപ്പൺ, സേവ് ആസ്, എക്സിറ്റ്, അത്രയും സാധനങ്ങൾ. ഇനി ഇതൊക്കെ എവിടേക്ക് ആഡ് ചെയ്യണം? ആഡ് ഫയൽ മെനു ഡോട്ട് ആഡ് ന്യൂ ഫയൽ. കണ്ടോ താഴെ ഫയൽ മെനു ഡോട്ട് ആഡ് ന്യൂ ഫയൽ. അപ്പോൾ ആ ന്യൂ ഫയൽ എന്ന് പറയുന്നത് ന്യൂ എന്ന് പറഞ്ഞ മെനു ഐറ്റമാണ്. അതാ ഫയൽ മെനുവിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ഫയൽ മെനുവിലേക്ക് എല്ലാം ആഡ് ചെയ്യണം. അവസാനം 2 ചെക്ക് ബോക്സ് മെനു ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെക്ക് 1ഉം ചെക്ക് 2ഉം. അതിലൊരെണ്ണത്തിനെ ഡീഫോൾട്ടായിട്ട് ട്രൂ ആക്കി വെച്ചിട്ടുണ്ട്, അതായത് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ എല്ലാറ്റിനെയും ഓരോന്ന് 1 by 1 ആയിട്ട് ഡോട്ട് ആഡ് എന്ന് പറഞ്ഞ് വിളിച്ചു. ഏതിലേക്ക്? ഫയൽ മെനുവിലേക്ക്. ഓക്കെ. ഇപ്പം നമ്മൾ ലേഔട്ട് മാനേജേഴ്സ് പഠിച്ചു, ദെൻ മെനൂസും പഠിച്ചു. അടുത്തത് നമുക്ക് പറയാൻ പോകുന്നതാണ് ഡയലോഗ് ബോക്സസ്.